students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റ്, അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഈ ബ്ലോക്കിന്റെ പേര് തന്നെ കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ്, അതിന്റെ ഘടകങ്ങൾ, അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേവിഡ് ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഡേവിഡ് ബെർലോയുടെ SMCR, ഇതിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ആണ്, എം എന്ന് പറഞ്ഞാൽ മെസ്സേജ്, സി എന്ന് പറഞ്ഞാൽ ചാനല്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ. ഇത് ഷോർട്ടാണ്, അബ്രിവേഷൻ ആണ് കേട്ടോ, SMCR. അപ്പൊ ഡേവിഡ് ബെർലോയുടെ SMCR മോഡലിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട്, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 മാർക്കിനുള്ള ഒരു ചെറിയ ഷോർട്ട് നോട്ടാണ്, പ്രധാനപ്പെട്ടതാണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഡേവിഡ് ബെർലോസ് SMCR, ഈ SMCR എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ provides a basic framework for understanding communication. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് മനസ്സിലാവുന്നതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക്, അതായത് നമുക്കൊരു മാതൃക, നമുക്കൊരു മോഡല് നമുക്കിത് നൽകുന്നു. The model abbreviates the fundamental components of communication as സെൻഡർ, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ. അതായത് ഈ മോഡല് കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസിനെ, അതായത് കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കമ്പോണൻസ്, എലമെന്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ സെൻഡർ, മെസ്സേജ്, ചാനല്, റിസീവർ എന്നിങ്ങനെ 4ആയിട്ട് അബ്രിവേറ്റ് ചെയ്യുന്നു. അബ്രിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്കുക എന്നാണ് കേട്ടോ. അതായത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഡേവിഡ് ബെർലോസ് മോഡൽ പ്രകാരം, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സെൻഡറിലും മെസ്സേജിലും ചാനലിലും റിസീവറിലുമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു. ദ മോഡൽ എംഫസൈസസ്, ഈ മോഡല് അടിവരയിടുന്നു, എംഫസൈസ് ചെയ്യുന്നു ദ ഇമ്പോർട്ടൻസ് ഓഫ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മെസ്സേജസ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാകുന്നതിന് കോഡിങ്ങും അതുപോലെ തന്നെ ഡീകോഡിങ്ങും ഇവയുടെ പ്രാധാന്യമാണ് ഈ മോഡല് അടിവരയിടുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് കോഡിങ്, ഡീകോഡിങ്, ഈ കോഡിങ് തന്നെയാണ് എൻകോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കോഡിങ്ങിന്റെയും ഡീകോഡിങ്ങിന്റെയും പ്രാധാന്യമാണ് ഡേവിഡ് ബെർലോയുടെ SMCR മോഡൽ പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ എലമെന്റ്സ്, കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസിന്റെ അബ്രിവേഷൻ, അതായത് ആ കമ്പോണൻസ് സെൻഡറും മെസ്സേജും ചാനലും റിസീവറും ഇതാണെന്നും, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ കോഡിങ്ങിന്റെയും എൻകോഡിങ്ങിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമുക്ക് ഈ മോഡല് മനസ്സിലാക്കി തരുന്നത്. നോക്കൂ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ്? അക്കോർഡിംഗ് ടു ഡേവിഡ് ബെർലോസ് SMCR മോഡൽ, ഡേവിഡ് ബെർലോയുടെ SMCR മോഡൽ പ്രകാരം സെൻഡർ, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ ആർ ദ ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. ഇത് പ്രകാരം ഈ 4ഉമാണ് കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ്. ദ മോഡൽ ഹൈലൈറ്റ്സ്, ഈ മോഡല് ഡേവിഡ് ബെർലോയുടെ SMCR മോഡല് ഹൈലൈറ്റ് ചെയ്യുന്നത് ദ കീ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് മസ്റ്റ് ബി കൺസിഡേർഡ്. എന്താണ് ഈ മോഡൽ ഹൈലൈറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 4 കീ എലമെന്റ്സ് ഉണ്ടല്ലോ, ആ കീ എലമെന്റ്സ് മസ്റ്റ് ബി കൺസിഡേർഡ്. ആ 4 എലമെന്റ്സിനെയും നിർബന്ധമായിട്ടും പരിഗണിക്കണം.
അത് പരിഗണിക്കണം. എന്തിനു വേണ്ടി? ടു എൻഷുർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാവുന്നതിന്, അല്ലെങ്കിൽ ഒരു ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനു വേണ്ടി കമ്മ്യൂണിക്കേഷൻ്റെ കീ എലമെന്റ്സ് ആയിട്ടുള്ള സെൻഡർ, മെസ്സേജ്, ചാനല്, അതുപോലെ തന്നെ റിസീവർ, ഇവയ്ക്ക് നാലിനും നല്ല പരിഗണന കൊടുക്കണമെന്നാണ് ഈ മോഡൽ അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ 4 എലമെന്റ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തേത്, കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞത് എസ്സേയുടെ ഒരു ഇൻട്രോ പാരഗ്രാഫ് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഓരോന്നിലേക്ക് വരികയാണ്. ഒന്ന് സെൻറ്റർ കേട്ടോ, അതായത് ഇതിൽ ഓരോന്നും ഓരോ പാരഗ്രാഫായിട്ടാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് സെൻറ്റർ, അപ്പോൾ മൊത്തം 4 ബോഡി പാരഗ്രാഫ്സ് വരും. ഒന്ന് സെൻറ്റർ, അതായത് എന്താണ് അല്ലെങ്കിൽ ആരാണ് സെൻറ്റർ? ദ ഇൻഡിവിജ്വൽ ഹു ക്രിയേറ്റ്സ് ആൻഡ് സെൻഡ്സ് എ മെസ്സേജ് ടു സമ്മൺ എൽസ് ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് ദ സെൻറ്റർ. അതായത് ഒരു മെസ്സേജിനെ ക്രിയേറ്റ് ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് അയക്കുകയും ചെയ്യുന്ന ആളെയാണ് സെൻഡർ എന്ന് വിളിക്കുന്നത്. ദിസ് പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ. ഈ വ്യക്തിയാണ് ഉത്തരവാദി, ഇയാളാണ് റെസ്പോൺസിബിൾ. എന്തിൻ്റെയൊക്കെ ഉത്തരവാദി? ഫോർ ബോത്ത് കമ്പോസിങ് ആൻഡ് എൻക്രിപ്റ്റിംഗ് ദ മെസ്സേജ്. അതായത് ഒരു മെസ്സേജ് രൂപപ്പെടുത്തുന്നതിൻ്റെയും അതുപോലെ തന്നെ അത് കമ്പോസ് ചെയ്യുന്നതിൻ്റെയും അത് എൻക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെയും അതൊരു കോഡ് രൂപത്തിലാക്കുന്നതിൻ്റെയും ഉത്തരവാദി ഇയാളാണ്. ബിഫോർ ഇനീഷ്യേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നതിന് മുൻപ്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ, അത് എൻകോഡ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്തതിൻ്റെ ഉത്തരവാദി റെസ്പോൺസിബിൾ പേഴ്സൺ സെൻഡർ ആണ്. രണ്ടാമത്തെ കമ്പോണന്റ് മെസ്സേജ്. മെസ്സേജ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ, ഒരു കൂട്ടം ഇൻഫോർമേഷൻ ആണ്. ദാറ്റ് ദ സെൻഡർ പാസസ് ത്രൂ വേരിയസ് ഫോർമാറ്റ്. അതായത് ആ ഒരു മെസ്സേജിനെ, ഇൻഫോർമേഷനെ സെൻഡർ പലതരത്തിലുള്ള ഫോർമാറ്റുകളിലാണ് അയക്കുന്നത്. പലതരത്തിലുള്ള ഫോർമാറ്റുകൾ, വേരിയസ് ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞാൽ സച്ചാസ് ഒന്നുകിൽ ഓഡിയോ രൂപത്തിലായിരിക്കും. കാരണം ഒരു മെസ്സേജ് വായി കൊണ്ട് ഓഡിയോ രൂപത്തിൽ പറയാലോ, ഓഡിയോ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ സ്പീച്ചിൻ്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ടെക്സ്റ്റ് എഴുതിയ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതർ മീഡിയ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയയുടെ രൂപത്തിൽ ഒരു സെൻഡർ അയക്കുന്ന ഒരു കൂട്ടം ഇൻഫോർമേഷൻ, അതും ആരിലേക്ക്? ടു ദ റെസിപ്പിയന്റിലേക്ക്. അപ്പോൾ ഒരു സെൻഡർ റെസിപ്പിയന്റിലേക്ക് അയക്കുന്ന ഒരു കൂട്ടം ഇൻഫോർമേഷൻ, അതും എങ്ങനെയാണ് അയക്കുക? ഏതെങ്കിലും ഒരു മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ചോ ടെക്സ്റ്റോ ഓഡിയോയോ അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെയാണ്. അപ്പോൾ ഒരു മീഡിയം നിർബന്ധമാണ് അയക്കണമെങ്കിൽ. വേണ്ടേ? അത് ഒന്നുകിൽ അതൊരു ടെക്സ്റ്റ് ആയിരിക്കണം, അല്ലാതെ വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ. വാക്കുകളുടെ രൂപത്തിലോ സ്പീച്ചിന്റെ രൂപത്തിലോ മെസ്സേജ് ആരിലേക്ക് എത്തണം? റെസിപ്പിയന്റിലേക്ക്. ദ സെൻഡർ യൂഷ്വലി എൻകോഡ്സ് ദ മെസ്സേജ്. സെൻഡർ എന്ത് ചെയ്യുന്നു? മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് രൂപപ്പെടുത്തിയെടുക്കുക. വിത്ത് സ്പെസിഫിക് പർപ്പസ് ഇൻ മൈൻഡ്. ആ എങ്ങനെയാണ് മെസ്സേജ് എൻകോഡ് ചെയ്യുന്നത്? ആ എൻകോഡ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മനസ്സിലൊരു പർപ്പസ് ഉണ്ടായിരിക്കും, ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫോർമാറ്റ്, അതായത് അതിനൊരു ഉദ്ദേശം ഉണ്ടാവില്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫോർമാറ്റിൽ ആ ഉദ്ദേശം മനസ്സിൽ വെച്ച് അതിന് പറ്റിയ രീതിയിൽ മെസ്സേജ് എന്ത് ചെയ്യും? എൻകോഡ് ചെയ്യും. ദ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ദ റെസിപ്പിയന്റ്. ആ മെസ്സേജ് എൻകോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, മെസ്സേജിന് വ്യക്തത വേണം, അതുപോലെ തന്നെ റെസിപ്പിയന്റിന് മെസ്സേജ് പെട്ടെന്ന് മനസ്സിലാവണം. ഇത്രയാണ് മെസ്സേജുമായി പറയാനുള്ളത്. അടുത്തത് ചാനൽ. അടുത്തത് എന്താണ്? ചാനൽ. കാരണം ഈ മെസ്സേജിന് വരണമെങ്കിൽ ഒരു ഇത് വേണ്ടേ? കാരണം ഈ മെസ്സേജ് ഏത് തരത്തിലാണ്, എങ്ങനെയാണ് ഈ മെസ്സേജ്? ദ മെസ്സേജ് ഈസ് കൺവേഡ് ത്രൂ എ ചാനൽ. മെസ്സേജ് ഒരു ചാനലിലൂടെയാണ് വരിക. അതായത് വിച്ച് ഈസ് ദ മീഡിയം ഓർ മെത്തേഡ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. അതായത്
മെസ്സേജ് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എത്തിക്കുന്നതിന് അയക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം അല്ലെങ്കിൽ മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ രീതി ഏത് രീതിയിലാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, അപ്പം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അതായത് ഇത് വരുന്നത് വാക്കുകളായിട്ടാണ്, എൻ്റെ വായിൽ നിന്നാണ് ഇത് വരിക, അതുപോലെ തന്നെ ഇത് ചെവിയാണ് റിസീവ് ചെയ്യുക. അപ്പം ഇത് എങ്ങനെ വരും, ഏത് രീതിയിൽ? ഇനി എഴുതിയിട്ടാണെങ്കിൽ അത് ടെക്സ്റ്റ് രൂപത്തിലായിരിക്കും, അപ്പോൾ അത് കണ്ണുകൊണ്ടാണ് എന്ത് ചെയ്യുക, വായിക്കാം കേട്ടോ. അപ്പോൾ ദ മെസ്സേജ് ഈസ് കൺവേഡ് ത്രൂ എ ചാനൽ, നിർബന്ധമാണ് ചാനൽ വേണം, വിച്ച് ഈസ് ദ മീഡിയം or method used to transmit the message from the sender to the receiver. സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡ്, ഏത് മെത്തേഡിലൂടെ? കാരണം വെറുതെ കൊണ്ട് വരില്ലല്ലോ, അപ്പോൾ ആ മെത്തേഡ് അവരിവിടെ ശ്രദ്ധിക്കുക. ദ ചാനൽ ഈസ് ഡിറ്റക്റ്റബിൾ. അപ്പോൾ ഒരു മെസ്സേജിൻ്റെ ചാനല് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുക? ബൈ സെൻസ് ഓഫ് സൈറ്റ്. അതായത് ഒന്നുകിൽ നമുക്കത് കാഴ്ചയിലൂടെ അറിയാൻ പറ്റും, കാരണം നമുക്ക് നോക്കി കാണാൻ പറ്റുന്നതാണ്, നമുക്ക് അറിയാൻ പറ്റും ഇന്നതാണ് ഇതിൻ്റെ ചാനല്. അപ്പോൾ സെൻസസ് ഓഫ് സൈറ്റ്, സൗണ്ട്, ടച്ച്, സ്മെല്ല്, അതായത് ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് സൗണ്ടിലൂടെ കൊടുക്കാൻ പറ്റും, അതായത് സൈറ്റിലൂടെ കൊടുക്കാൻ പറ്റും. ഏതുപോലെ? ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റോസ് ഫ്ലവർ, അപ്പോൾ അത് നൽകുന്ന മെസ്സേജ്, അതൊരു മെസ്സേജ് നൽകുന്നുണ്ട്, അത് നൽകുന്നത് സൈറ്റിലൂടെയാണ്. അതുപോലെ തന്നെ ടച്ചിലൂടെ. അപ്പോൾ ഇത്തരത്തിൽ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാനൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് ആ മെസ്സേജ് എങ്ങനെ, എന്തുപയോഗിച്ച് പാസ് ചെയ്യുന്നു, എന്താണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ഒരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ, കാരണം ഒന്നുകിൽ അതിന് വാക്കുകൾ ഉപയോഗിക്കാം. വാക്കുകൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് വാക്കുകൾ എന്ന് പറയുമ്പോൾ ശബ്ദത്തിന്റെ രൂപത്തിലും ഉണ്ടാവും, ഇനി അത് എഴുതിയതാണെങ്കിൽ സൈറ്റിന്റെ രൂപത്തിലും ഉണ്ടാവും, അല്ലേ? അതായത് വാക്കിന് തന്നെ എന്തുണ്ട്, രണ്ട് രീതിയിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി പറയുന്ന കാര്യം നോക്കൂ നിങ്ങൾ. ഓൾ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ റിക്വയേഴ്സ്, അതായത് എല്ലാ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും അത്യാവശ്യമാണ്. എന്തത്യാവശ്യമാണ്? ദ യൂസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് സെൻസസ്. അതായത് ഇപ്പം ഈ പറഞ്ഞ സെൻസസ് ഉണ്ടല്ലോ, അതായത് ഒന്നുകിൽ അത് കാഴ്ച കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം, കാഴ്ചയിലൂടെയോ സൗണ്ടിലൂടെയോ ടച്ചിലൂടെയോ സ്മെല്ലിലൂടെയോ അത് ഡിറ്റക്റ്റബിൾ ആയിരിക്കണം. അതായത് ഇതിലേതെങ്കിലും ഒരു സെൻസ് അതിലൂടെ ആയിരിക്കണം മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. കാരണം ഏതെങ്കിലും ഒന്നുകിൽ അത് കാഴ്ചക്ക് ഡിറ്റക്റ്റബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ സ്മെല്ലിന്, അല്ലെങ്കിൽ അത് സൗണ്ടിന്, അല്ലെങ്കിലോ സ്മെല്ലിന്. അപ്പൊ സൈറ്റിനോ സൗണ്ടിനോ ടച്ചിനോ സ്മെല്ലിനോ ഇതിലേതെങ്കിലും ഒന്നിൽ അത് ഡിറ്റക്റ്റബിൾ ആയിരിക്കണം. കാരണം ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കല് നിർബന്ധമാണ്. കാരണം ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ ആ മെസ്സേജ് ആർക്ക് കിട്ടൂല? റിസീവർക്ക് കിട്ടൂല. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ വായ കൊണ്ട് ഇങ്ങനെ പറയാണെന്ന് വെക്കാം, പക്ഷെ ഞാൻ അവിടെ ശബ്ദം ഉപയോഗിച്ചില്ല, വെറുതെ ഇങ്ങനെ ലിപ്പും ഇങ്ങനെ മൂയിപ്പിച്ചു, എൻ്റെ ചുണ്ട് വെറുതെ ഇങ്ങനെ അനക്കി, പക്ഷെ സൗണ്ട് എന്ന് പറയുന്ന സംഭവം ഞാൻ ഉപയോഗിച്ചില്ല എന്ന് വെക്കാം. വെറുതെ ഇങ്ങനെ ലിപ്പ് അനക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിസീവർക്ക് കിട്ടൂല കേട്ടോ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് അതാണ് ഇവിടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിസീവർ ആണ്. അടുത്ത ലാസ്റ്റ് പോയിന്റ് അല്ലേ, റിസീവർ, നാലാമത്തേത്. The receiver is the individual who receives the message from the sender. സെൻറ്ററിൽ നിന്നും മെസ്സേജ് സ്വീകരിക്കുകയും ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ്, അതിനെ വ്യാഖ്യാനിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി. അതായത് ഞാനൊരു മെസ്സേജ് ഇവിടുന്ന് അയക്കുമ്പോൾ ആ മെസ്സേജിന്റെ റിസീവേഴ്സ് നിങ്ങളാണ്. ഞാൻ എന്താണ് പറയുന്നത് ആ കാര്യങ്ങളെ നിങ്ങൾ റിസീവ് ചെയ്യുന്നു ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. നിങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാം. സാധാരണ ഇന്റർപ്രറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുക എന്നാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെന്ത് ചെയ്യാം, അപ്പൊ അതൊരു കോഡ് രൂപത്തിലായിരിക്കും. ആ കോഡിനെ ഡീകോഡ് ചെയ്യാം. അതായത് നമ്മളൊരു മെസ്സേജ് ഉണ്ടാക്കുന്നതിനാണ് കോഡിങ് അല്ലെങ്കിൽ എൻകോഡിങ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ മെസ്സേജ്, അതാണ് എൻകോഡിങ്, ദാറ്റ് ഈസ് കോഡിങ്. ഇപ്പൊ
ഇപ്പൊ ഡീകോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ്, ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് നമ്മൾ ഇന്റർപ്രറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുന്ന ആളാണ് ആര്? റിസീവർ. ഇൻ എ ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ഒരു ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ, അതായത് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ലൈന് രൂപത്തിലുള്ള, അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു ലീനിയർ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈന് പോലെ. അപ്പൊ ഇത്തരം ഒരു സ്ട്രക്ചർ, അപ്പൊ അത്തരം ഒരു മാതൃകയിൽ വരുന്ന മോഡലിനെ സംബന്ധിച്ചിടത്തോളം റിസീവർ ഈസ് യൂഷ്വലി സിറ്റുവേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്. ഇവിടെ ഏറ്റവും അവസാനത്തിലാണ് ആര് വരുന്നത്? റിസീവർ വരുന്നത്. ഒന്നാമത് വരുന്നത് സെൻഡർ, അത് കഴിഞ്ഞിട്ട് മെസ്സേജ്, അത് കഴിഞ്ഞിട്ട് ചാനൽ, അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും എൻഡിലാണ് ആര് വരുന്നത്? റിസീവർ വരുന്നത്. ആൻഡ് their feedback may be employed. മാത്രമല്ല ഈ റിസീവർ ഉണ്ടല്ലോ, ആ റിസീവറുടെ ഫീഡ്ബാക്ക് മീൻസ് റിസീവറുടെ റെസ്പോൺസിനെ മേ ബി എംപ്ലോയിഡ്, ഉപയോഗിക്കാം. എന്തിനു വേണ്ടി? ആർക്ക്? റിസീവറുടെ റെസിപ്പിയന്റിന്റെ ഫീഡ്ബാക്ക് ആർക്ക് ഉപയോഗിക്കാൻ പറ്റും? സെൻഡർക്ക് ഉപയോഗിക്കാൻ പറ്റും. ടു വാലിഡേറ്റ് ദ മെസ്സേജ്, ആ മെസ്സേജിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ മെസ്സേജിന്റെ പ്രാധാന്യം, ആ മെസ്സേജിന് എന്തുമാത്രം വാല്യൂ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആ മെസ്സേജ് ആ വ്യക്തിക്ക് എന്തുമാത്രം ഗുണം കിട്ടി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സിനെ എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ക്ലാസ്സിനെ ഞാൻ വിലയിരുത്തുന്നത് നിങ്ങൾ നൽകുന്ന റിപ്ലൈയിലൂടെയാണ്. അതായത് എൻ്റെ ക്ലാസ് നന്നോ, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ റിസീവർക്ക് പ്രാധാന്യമുണ്ട്. റിസീവറിന്റെ ഫീഡ്ബാക്കിലൂടെയാണ് സെൻഡറുടെ മെസ്സേജിനെ വാലിഡേറ്റ് ചെയ്യുന്നത്. അതായത് അതിന്റെ ഇഫക്റ്റീവ്നെസ്, അതിന് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ട്, അത് എത്രമാത്രം കൊള്ളാം. ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എംഫസൈസസ്. ബെർലോയുടെ SMCR മോഡൽ അടിവരയിടുന്നു, ഊന്നൽ കൊടുക്കുന്നു, എംഫസൈസ് ചെയ്യുന്നു ദാറ്റ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായ കമ്മ്യൂണിക്കേഷൻ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ബോത്ത്, രണ്ടെണ്ണം. ഇത് രണ്ടിനെയും എന്തൊക്കെ? ഒന്ന്, സെൻഡേഴ്സ് എബിലിറ്റി ടു എൻകോഡ് ആൻഡ് ട്രാൻസ്മിറ്റ് മെസ്സേജ്, ഇതൊന്ന്. അതായത് ഒരു മെസ്സേജിനെ എൻകോഡ് ചെയ്യാൻ, ഒരു മെസ്സേജിനെ ഉണ്ടാക്കാനും ആ മെസ്സേജ് അയക്കാനുമുള്ള സെൻഡറുടെ കഴിവ്, അതിനെയും. ഇനി രണ്ടാമത്തേത് ആൻഡ് റിസീവേഴ്സ് എബിലിറ്റി ടു ഡീകോഡ്, തനിക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് ഡീകോഡ് ചെയ്യാം, അത് എന്താണെന്ന് കണ്ടെത്തി മനസ്സിലാക്കാനും ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ് ആക്യുറേറ്റ്ലി, ശരിയായ രീതിയിൽ. ആക്യുറേറ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സെൻഡർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആ മെസ്സേജിനെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാനും എന്നിട്ട് അതിനൊരു റിപ്ലൈയും അയക്കാം, ഒരു ഫീഡ്ബാക്കും അയക്കാം. ഇതിനുള്ള റിസീവറുടെ കഴിവ്, ആ ഒരു മെസ്സേജ് ഫലപ്രദമാവണമെങ്കിൽ രണ്ടാൾക്കും കഴിവുണ്ടായിരിക്കണം എന്നാണ് ബെർലോയുടെ മോഡലിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. അതായത് സെൻഡർക്കും കഴിവ് വേണം, റിസീവർക്കും കഴിവ് വേണം. അപ്പൊ ഇത്രയാണ് എലമെന്റ്സ്. ഇത് നമ്മൾ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യനും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇതാണ് ആ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ എലമെന്റ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ സോഴ്സ് ഓർ സെന്റർ? ഒരു മെസ്സേജിന്റെ സോഴ്സ്, ഒരു മെസ്സേജിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആരാണ്? ഉറവിടം സെന്റർ. അപ്പോൾ മെസ്സേജിന്റെ സോഴ്സ് അല്ലെങ്കിൽ സെന്റർ, ഈ സെന്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സെന്ററിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടോ essay ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ വരാം കേട്ടോ, സാധ്യത പാരഗ്രാഫിന് കേട്ടോ. അപ്പൊ നോക്കൂ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആരുടെ? സെന്ററുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ സെന്ററുടെ നോളേജ്, സോഷ്യൽ സിസ്റ്റം, സാമൂഹിക വ്യവസ്ഥിതി, ആൻഡ് കൾച്ചർ. അഞ്ചാമത്തേത് കൾച്ചർ.
ഹാവ് ഗ്രേറ്റ് ഇമ്പാക്റ്റ്, ഇവയ്ക്കൊക്കെ വളരെ വലിയ സ്വാധീനം ഇമ്പാക്റ്റ് ഉണ്ട് ഓൺ ദ സോഴ്സ് ഓർ സെന്റർ, ആരുടെ മേൽ? സോഴ്സ് അല്ലെങ്കിൽ സെന്റർ. അപ്പൊ ഇവയൊക്കെയാണ്, ഈ 5 സെന്ററിനെ അല്ലെങ്കിൽ സോഴ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന എലമെന്റ്സ്. അപ്പൊ 5 എലമെന്റ്സ് ആണ്. ഈ 5 ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്നതും കേൾക്കുക, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിലെങ്കിലും എഴുതാൻ പറ്റും. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമുക്ക് എന്തുമാത്രം അറിവുണ്ടായിട്ടും നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതായത് സെന്ററിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം സെന്റർക്ക്. നോക്കൂ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ്, ഫലപ്രദമായ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എ റേഞ്ച് ഓഫ് സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണമെന്ന് പറഞ്ഞില്ലേ? എന്താ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ റേഞ്ച് ഓഫ് സ്കിൽസ് ആണ്, ഏതാനും സ്കില്ലുകളാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സെന്റർക്ക് വേണമെന്ന് പറയുമ്പോൾ അതൊരു സ്കില്ലല്ല, അത് പല സ്കില്ലുകൾ ചേർന്നതാണ്. ഏതൊക്കെയാ പല സ്കില്ലുകൾ? ഇൻക്ലൂഡിങ്, ഒന്ന് റീഡിങ് സ്കില്ല് വേണം, റീഡ് ചെയ്താൽ മാത്രം പോരാ, ലിസണിങ് സ്കില്ല് വേണം, സ്പീക്കിംഗ് സ്കില്ല് വേണം. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഇത് വായിക്കുന്നു ടെക്സ്റ്റ്, അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നു, അതിനുശേഷം ഞാൻ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അല്ലെ? അപ്പൊ ഒരു സെന്റർ എന്ന നിലയ്ക്ക് എനിക്ക് വേണ്ട സ്കില്ലുകളാണ്. ആദ്യം എനിക്ക് വായിക്കണം, ഞാൻ വായിക്കാനുള്ള സ്കില്ല് വേണം, അത് ലിസൺ ചെയ്യണം, ലിസണിങ് വേണം, ഞാൻ എന്താണോ വായിച്ചത് അതെനിക്ക് മനസ്സിലാവണം. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സ്കില്ല്, മനസ്സിലാക്കി തരാനുള്ള സ്കില്ലും വേണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. ഇതാർക്ക് വേണം? സെന്റർക്ക്. അതായത് സെന്ററെ സ്വാധീനിക്കുന്ന, ഇമ്പാക്റ്റ് ചെയ്യുന്ന പല സ്കില്ലുകളിൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. 3 കാര്യങ്ങൾ ചേർന്നതാണ്: റീഡിങ് സ്കില്ല്, ലിസണിങ് സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല്. രണ്ടാമത്തേത് ആറ്റിറ്റ്യൂഡ്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സെന്റർ ടുവേർഡ്സ് ദ ഓഡിയൻസ്. അതായത് ഓഡിയൻസിനോടുള്ള സെന്ററുടെ സമീപനം. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ റിസീവറിനോട്. റിസീവറിനോടുള്ള സബ്ജക്റ്റ് മാറ്റർ, വിഷയത്തോട്. അതായത് നിങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാനും കാര്യങ്ങൾ നന്നാവണമെങ്കിൽ നിങ്ങളെ കുറിച്ച് എനിക്ക് നല്ലൊരു കാഴ്ചപ്പാട് വേണം. എന്നാൽ മാത്രമല്ല ഞാൻ നന്നായിട്ട് പറഞ്ഞു തരുള്ളൂ. അതാണ് ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ എടുക്കുന്ന വിഷയം, ആ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വിഷയം എന്താണോ ആ വിഷയത്തിലുള്ള നമ്മളെ ആറ്റിറ്റ്യൂഡ്. ആ വിഷയത്തോട് നമുക്കൊരു ഇഷ്ടം വേണം, ആ വിഷയത്തോട് നമുക്കൊരു താല്പര്യം വേണം. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? സെന്ററുടെ വിഷയത്തിലും റിസീവറിലും ഓഡിയൻസിലുമുള്ള ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ക്യാൻ ഇമ്പാക്റ്റ് ദ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഔട്ട്കം ഓഫ് ദി മെസ്സേജ്. എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വിഷയത്തിന്റെ ഇന്റർപ്രിട്ടേഷനെയും, അതായത് ആ ഒരു വിഷയത്തെ പറഞ്ഞു മനസ്സിലാക്കി തരിക, വ്യാഖ്യാനിച്ചു തരുന്നതിലും, അതുപോലെ തന്നെ അതിന്റെ ഔട്ട്കം, അതിന്റെ റിസൾട്ട്, അത് എന്തുമാത്രം നന്നാകുന്നു. അതായത് ഒരു സെന്റർ ഒരു കാര്യം പറയുമ്പോൾ അത് പുറത്തു വരുന്നത്, അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അതിന്റെ റിസൾട്ട്. ഇപ്പൊ എൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് റിസൾട്ട്. ഈ റിസൾട്ട് 3 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്: ഓഡിയൻസിനോടുള്ള, അതുപോലെ തന്നെ റിസീവറിനോടുള്ള, വിഷയത്തിലുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഈ 3 കാര്യങ്ങളോടുള്ള മനോഭാവം, അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും സെന്ററിൽ നിന്നുമുള്ള റിസൾട്ട്. മൂന്നാമത്തേത് നോളേജ്. ഇത് നമുക്ക് പറയേണ്ട കാര്യമല്ല, കാരണം സെന്റർക്ക് നോളേജ് വേണം. അതായത് ഇപ്പൊ ഞാനിത് പറയുന്നത് എനിക്ക് വിഷയത്തിൽ അറിവുണ്ടായത് കൊണ്ടാണ്. കാരണം നമുക്കിത് വായിച്ച് മനസ്സിലാക്കാനുള്ള നോളേജ് നമുക്ക് വേണം. അത് സെന്റർക്ക് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത, ക്ലാരിറ്റി വരുള്ളൂ. നോക്കൂ, ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫെമിലിയാരിറ്റി വിത്ത് ദ സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം, ആ വിഷയത്തിൽ നമുക്ക് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് വേണം, നല്ല ധാരണ വേണം, നല്ല രീതിയിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്ത വേണം. അതുപോലെ തന്നെ അതുമായിട്ട് നമുക്ക് ഫെമിലിയാരിറ്റി, നമുക്ക് പരിചയം വേണം പറയുന്ന കാര്യത്തിൽ. ക്യാൻ ഗ്രേറ്റ്ലി എൻഹാൻസ്, ഈ കാര്യം വിഷയത്തിലുള്ള പ്രാവീണ്യം
വിഷയത്തിലുള്ള അറിവ്, വിഷയവുമായിട്ടുള്ള ബന്ധം, പരിചയം എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും. എൻഹാൻസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ മെസ്സേജ്. ആ മെസ്സേജിന്റെ ഫലപ്രാപ്തി, ഇഫക്റ്റീവ്നെസ്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്, ഈ ഒരു മെസ്സേജ് എന്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ്, അതായത് ഇത് എന്തുമാത്രം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ വിവരത്തിനും ഈ വിഷയവുമായിട്ടുള്ള എൻ്റെ പരിചയം, അതായത് ഈ വിഷയവുമായിട്ട് എനിക്ക് പരിചയം വേണം, ഈ വിഷയത്തിൽ എനിക്ക് അറിവ് വേണം. ഇതുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇഫക്റ്റീവ് ആവും. കാരണം ഈ വിഷയത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തൊരു വ്യക്തിയാണ് പറയുന്നതെങ്കിൽ ഇതിൽ വ്യക്തത ഉണ്ടാവില്ല, അതിന് ഇഫക്റ്റീവ്നെസ്സും ഉണ്ടാവില്ല. ഇനി നോക്കൂ, വെൻ ദ സെൻഡർ ഹാസ് നോളേജ്, പറയുന്ന വ്യക്തിക്ക് അറിവുണ്ടാകുമ്പോൾ, ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ദ ടോപ്പിക്, പറയുന്ന വിഷയത്തിൽ അയാൾ അയാൾ നല്ല പ്രാവീണ്യമുള്ള, നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയും അയാൾക്ക് അറിവും ഉണ്ടാകുമ്പോൾ, ഹീ ക്യാൻ ആർട്ടിക്കുലേറ്റ് ദ മെസ്സേജ് ക്ലിയർലി ആൻഡ് ആക്യുറേറ്റ്ലി. അങ്ങനെയാകുമ്പോൾ ആ വ്യക്തിക്ക് വ്യക്തമായിട്ടും ആക്യുറേറ്റ്, കൃത്യമായിട്ടും, അതായത് പ്രധാനപ്പെട്ട 2 പോയിന്റാണ്, ആക്യുറേറ്റ് ആയിട്ട് അതുപോലെ തന്നെ ക്ലാരിറ്റി, കൃത്യമായിട്ടും ആ മെസ്സേജ് നിങ്ങളിലേക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, ഉണ്ടാക്കി നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ കഴിയും. അപ്പം നമുക്കൊരു കാര്യം കൃത്യമായിട്ട് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ആ വിഷയത്തിൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഫെമിലിയാരിറ്റിയും വേണം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല, കാരണം നമുക്ക് അറിയാത്തതിനെ കുറിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കുക? അപ്പോൾ നമുക്ക് അറിവ് വേണം, നോളേജ് വേണം കേട്ടോ. അത് സ്വന്തം ഭാഷയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ പോയിന്റാണ്. അടുത്തത് സോഷ്യൽ സിസ്റ്റമാണ്. സോഷ്യൽ സിസ്റ്റം, സാമൂഹിക വ്യവസ്ഥിതി, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ, സച്ച് ആസ് വാല്യൂസ്, ബിലീഫ്സ്, റിലീജിയൻ ആൻഡ് സൊസൈറ്റൽ നോംസ്, സാമൂഹികമായിട്ടുള്ള ആചാരങ്ങൾ, രീതികൾ, ക്യാൻ ഇമ്പാക്റ്റ് ദ വേ ഇൻ വിച്ച് എ സെൻഡർ കമ്മ്യൂണിക്കേറ്റ്സ് ദ മെസ്സേജ്. അതായത് ഒരു സെൻഡർ ഒരു സെൻഡർ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ ആ വ്യക്തിയുടെ മതം, ആ വ്യക്തിയുടെ വിശ്വാസം, ആ വ്യക്തിയുടെ മൂല്യങ്ങൾ, ആ വ്യക്തിയുടെ സാമൂഹികമായിട്ടുള്ള ആചാരങ്ങൾ സ്വാധീനിക്കുന്നു. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളുണ്ട്. അതായത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വാല്യൂസ്, ബിലീഫ്സ്, റിലീജിയൻ, സൊസൈറ്റൽ നോംസ്, സാമൂഹികമായിട്ടുള്ള രീതികൾ, ആചാരങ്ങൾ, ഇവയെല്ലാം ഒരു വ്യക്തി ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന്, അതായത് എ സെൻഡർ കമ്മ്യൂണിക്കേറ്റ്സ് ദ മെസ്സേജ്, ഒരു സെൻഡർ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെ, the way in which a sender communicates the message, ഒരു സെൻഡർ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെ ഈ പറയുന്നവയ്ക്ക് ക്യാൻ ഇമ്പാക്റ്റ്, സ്വാധീനിക്കാൻ കഴിയും. 5ാമത്തേത് കൾച്ചറാണ്, നമ്മുടെ സംസ്കാരം. നോക്കൂ, കൾച്ചറൽ ഡിഫറൻസസ്, സംസ്കാരത്തിലുള്ള വ്യത്യാസങ്ങൾ, കൾച്ചറൽ ഡിഫറൻസസ് ക്യാൻ ലീഡ് ടു varying interpretations of the message being communicated. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് ആ ഒരു മെസ്സേജിനെ ആളുകൾ പലതരത്തിൽ മനസ്സിലാക്കുന്നതിന് കൾച്ചറൽ ഡിഫറൻസസ് കാരണമാകുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം ഞാൻ എൻ്റെ സംസ്കാര പരിധിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുക. അതായത് സമാനമായ സംസ്കാരമുള്ള ആളുകൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കും. അതായത് ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റേതായിട്ടുള്ള സംസ്കാര പരിധി ഉണ്ടല്ലോ, എൻ്റെ രീതി, ഞാൻ എൻ്റെ രീതി വെച്ച് പറയും. അപ്പോൾ എൻ്റെ അതേ സംസ്കാര പരിധിയിലുള്ള ആളുകൾ അത് അതുപോലെ മനസ്സിലാക്കും. സംസ്കാരം മാറുമ്പോഴോ നമുക്ക് കിട്ടുന്ന മെസ്സേജ് തന്ന ആൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നിന്നും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ഒരു സെൻഡർ, ആ സെൻഡറുടെ മെസ്സേജിനെ അയാളുടെ കൾച്ചർ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത്, ഇപ്പം എൻ്റെ സംസാരമെല്ലാം എൻ്റെ സംസ്കാരം അനുസരിച്ചായിരിക്കും.
അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അതേ സംസ്കാരമുള്ള ആളുകൾ അതുപോലെ തന്നെ ഉൾക്കൊള്ളും, അല്ലാത്ത ആളുകൾ അത് വേറെ തരത്തിൽ കാണും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണത്തെ നമ്മളെ ക്ലാസ്സിന്റെ ടൈമായി, പക്ഷെ എന്നാലും എന്ത് ചെയ്യാണ്, ഞാൻ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കൂടി പറയാണ്, കാരണം എക്സാം ആകുമ്പോഴേക്ക് നമുക്ക് മാക്സിമം കവർ ചെയ്യണ്ടേ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ മെസ്സേജ്. അപ്പൊ കുട്ടികളെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് അതായത് സെൻഡറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സെൻഡർ, മെസ്സേജ് അയക്കുന്ന ആളെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അയാൾ അയക്കുന്ന മെസ്സേജിനെ എന്തെല്ലാം സ്വാധീനിക്കുന്നു, അയാൾ അയക്കുന്ന മെസ്സേജിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. മെസ്സേജിനെ എന്തൊക്കെയാണ് സ്വാധീനിക്കുക, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. അതായത് ദ മെസ്സേജ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ, മെസ്സേജിനെ ഇന്നതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. എന്തൊക്കെ? ബൈ കണ്ടന്റ്, വിഷയം, അതുപോലെ തന്നെ എലമെന്റ്സ്, ട്രീറ്റ്മെന്റ്, സ്ട്രക്ചർ, കോഡ്. 5 കാര്യങ്ങൾ. അപ്പൊ മെസ്സേജിനെ സ്വാധീനിക്കുന്നത്, മെസ്സേജ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ കണ്ടന്റ്, എലമെന്റ്സ്, ട്രീറ്റ്മെന്റ്, സ്ട്രക്ചർ, കോഡ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് മെസ്സേജിനെ സ്വാധീനിക്കുക. ഇനി ഇത് ഓരോന്നും എന്താന്ന് പറഞ്ഞുതരാം. ഒന്ന്, കണ്ടന്റ്. ദ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ് റെഫേഴ്സ് ടു, ഒരു മെസ്സേജിന്റെ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദ ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് കൺവെയ്ഡ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ, രണ്ടുപേർ തമ്മിലുള്ള സംസാരം, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനം വരെ, കമ്മ്യൂണിക്കേഷന്റെ ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ അവസാനം വരെ അവിടെ കൺവേ ചെയ്യുന്ന ഇൻഫോർമേഷനാണ് കണ്ടന്റ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നു, തുടക്കം മുതൽ ഒടുക്കം വരെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ അവയാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറയാം കേട്ടോ. ദ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ് റെഫേഴ്സ് ടു ദ ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് കൺവെയ്ഡ്. എപ്പോൾ തൊട്ട്? ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ കൺവേ ചെയ്യുന്ന ഇൻഫോർമേഷൻ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്ന ഇൻഫോർമേഷൻ. ഇനി രണ്ടാമത്തേത് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കൂ, എലമെന്റ്സ് ആർ, ഒരു കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ് എന്ന് പറയുന്നത് വെർബൽ ഓർ നോൺ വെർബൽ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷന്റെ വെർബൽ ഓർ നോൺ വെർബൽ ആസ്പെക്ട്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ രീതി, അതായത് കമ്മ്യൂണിക്കേഷൻ അതായത് വെർബൽ ആണോ നോൺ വെർബൽ ആണോ, കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണോ അല്ലയോ എന്നുള്ള, അതാണ് എലമെന്റ്സ്. അപ്പൊ എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ ആണോ ഓർ നോൺ വെർബൽ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ മീനിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ മെസ്സേജ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അത് വെർബൽ ആണോ നോൺ വെർബൽ ആണോ എന്നുള്ളത് ആ കമ്മ്യൂണിക്കേഷന്റെ മീനിങ്ങിനെയും ഇന്റർപ്രിട്ടേഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അത് വെർബൽ ആണെങ്കിൽ ആ മെസ്സേജിൽ ചിലപ്പോൾ ഒന്നുകൂടി പൂർണ്ണത ഉണ്ടായിരിക്കും. വെർബൽ ആവുമ്പോൾ എന്താണോ കാര്യങ്ങൾ ഫുള്ള് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതേ സമയത്ത് അത് നോൺ വെർബൽ ആണെങ്കിൽ ചിലപ്പോൾ സെൻഡർ ഉദ്ദേശിച്ച കാര്യം ഇപ്പൊ എന്ത് ചെയ്യാണ്, നോൺ വെർബൽ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്പ്രഷൻ, അതായത് ചിലപ്പോൾ ബോഡി മൂവ്മെന്റ്സ് ആയിരിക്കും അല്ലെ. നമ്മളിപ്പോൾ കൈകൊണ്ടൊരു ആംഗ്യം കാണിച്ചു, ഞാൻ കൈകൊണ്ടൊരു ആംഗ്യം കാണിക്കാണ് മറ്റൊരാളോട്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അയാൾ ഉദ്ദേശിക്കണം എന്നില്ല. അപ്പൊ അതാണ് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് എഴുതാകുമ്പോൾ ഒന്നും കൂടി എന്താവും, സെൻഡർ ഉദ്ദേശിച്ചത് തന്നെ ആർക്ക് കിട്ടും, റിസീവർക്ക് കിട്ടും കേട്ടോ. നോക്കൂ, അടുത്തത് ട്രീറ്റ്മെന്റ് ആണ്. അടുത്തത് എന്താണ്? ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ദ മെസ്സേജ് ഈസ് പ്രസന്റഡ്. അതായത് മെസ്സേജിനെ പ്രസന്റ് ചെയ്യുന്ന രീതി, ഏത് രീതിയിലാണ് മെസ്സേജ് പ്രസന്റ് ചെയ്യുന്നത്, ആ പ്രസന്റ് ചെയ്യുന്ന രീതിയെയാണ് ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുക. അതായത് പ്രസന്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ദ ടോണ്. അപ്പൊ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അത് വായു കൊണ്ടാണ്, വെർബൽ ആണ്, മാത്രമല്ല സ്പോക്കൺ ആണ്. സ്പോക്കൺ ആണെങ്കിൽ നമ്മളത് പറയുമ്പോൾ ഉള്ള നമ്മളുടെ ടോണ്,
അതുപോലെ തന്നെ സ്റ്റൈല്, പിന്നെ ഫോർമാറ്റ് ഓഫ് ദി മെസ്സേജ്, മെസ്സേജിന്റെ ഫോർമാറ്റ്, ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിർബന്ധമായിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ മെസ്സേജിനെ ടോൺ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ നമ്മൾ കാണുമ്പോൾ ചോദിക്കാണ് എന്തിനാ നീ പഠിക്കുന്നത്, അതിനർത്ഥം നീ പഠിക്കുന്ന കോഴ്സ് എന്താ. അതേ സമയത്ത് ചോദിക്കുക എന്തിനാ പഠിക്കണേ, അതിനർത്ഥം എന്താ, ഇയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ കണ്ടോ, മെസ്സേജ് സംഭവം സെയിം ആണ് വാക്കുകൾ, അപ്പൊ ആ ടോണ് മാറിയപ്പോ മെസ്സേജ് മാറും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, പ്രസന്റേഷൻ ഓഫ് ദ മെസ്സേജ്, അതാണ് ട്രീറ്റ്മെന്റ്. അപ്പൊ പ്രസന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടോണ്, അതുപോലെ തന്നെ മെസ്സേജിന്റെ സ്റ്റൈല്, മെസ്സേജിന്റെ ഫോർമാറ്റ്. ഇത് നോക്കൂ, അടുത്തത് നാലാമത്തേത് സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ ഓഫ് ദി മെസ്സേജ് റെഫേഴ്സ്, ഒരു മെസ്സേജിന്റെ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ദ വേ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്, ആ മെസ്സേജ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന, അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയാണ് സ്ട്രക്ചർ. ആ മെസ്സേജ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ മെസ്സേജ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ദ മെസ്സേജ്, മെസ്സേജ് എങ്ങനെ ഓർഗനൈസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഏത് രീതിയിലാണ് ആ മെസ്സേജ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ദ മെസ്സേജ് റെഫേഴ്സ്, സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റെഫർ ചെയ്യുന്നത് ടു ദ വേ, രീതിയാണ്, ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്, ആ മെസ്സേജിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന, രൂപപ്പെടുത്തിയിരിക്കുന്ന രീതി. ലാസ്റ്റ് വൺ ആണ് കോഡ്. ദ കോഡ് ഓഫ് മെസ്സേജ് റെഫേഴ്സ്, അതായത് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെസ്സേജിന്റെ കോഡ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് to the form or medium in which the message is conveyed from the sender to the recipient. അതായത് സെൻഡറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക് മെസ്സേജിനെ കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മീഡിയം, ഏത് മീഡിയത്തിലൂടെ, അതായത് ആ മെസ്സേജ് വരണമെങ്കിൽ ഒരു മീഡിയം വേണം. ഒരാളുടെ മനസ്സിലിരിക്കുന്ന മെസ്സേജ് വെറുതെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരില്ല. ഒന്നുകിൽ പേനയും പേപ്പറും എടുത്ത് എഴുതി ഉണ്ടാക്കണം, അവ എഴുത്താണ് മീഡിയം, അല്ലെങ്കിൽ വായു ഉപയോഗിച്ച് പറയണം. അപ്പൊ സെന്ററിൽ ഇരിക്കുന്ന മെസ്സേജ് റിസീവറിലേക്ക് എങ്ങനെ എത്തുന്നു, ഏത് വഴിക്ക്, ആ വഴി, ആ മീഡിയം, ആ ഫോമാണ് എന്ത് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദിസ് ഇൻക്ലൂഡ് വേരിയസ് കോഡ്സ്, ഇവിടെ കോഡ് പറയുമ്പോൾ പല കോഡുകളുണ്ട്, പല വഴിക്ക് മെസ്സേജ് വരാം. ഏതുപോലെ, ലൈക്ക് ലാംഗ്വേജിൽ തന്നെ സ്പോക്കൺ കൊണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതി ഉണ്ടാക്കിയിട്ട്, അതുപോലെ തന്നെ വിഷ്വല് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൊണ്ട്. ഇപ്പൊ മെസ്സേജ് വായ കൊണ്ട് പറയല് മാത്രമല്ല, കാണിച്ചു കൊടുക്കാറ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ വിഷ്വൽ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഒരു ഫ്ലവർ, ഒരു അല്ലേ. അതുപോലെ തന്നെ നമുക്ക് പല സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ, കാഴ്ചയിലൂടെ. അതുപോലെ തന്നെ ഓഡിയോ മീൻസ് ശബ്ദത്തിലൂടെ, സ്പോക്കൺ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ സിഗ്നലുകള്, ജെസ്റ്റേഴ്സ്, മ്യൂസിക് എക്സെട്ര. അപ്പൊ ഇതുപോലെ പല തരത്തിലുള്ള വഴികൾ. അപ്പൊ എന്തെല്ലാം വഴികൾ ഉപയോഗിച്ച് ഒരു മെസ്സേജ് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവോ ആ ഒരു വഴിയെ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തെയാണ് നമ്മൾ കോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വ്യക്തമായി മനസ്സിലായി എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക കേട്ടോ. അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.